കേട്ടില്ല. അങ്ങനെയൊന്നും ഒരു ഫേവർ ചെയ്യുന്ന ഒരു സീസൺ അങ്ങനെ ഞാൻ നോക്കി കാണുന്നതാണ്. കാരണം ഞാൻ അതൊക്കെ മത്സരിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഒരാളെ ഫേവർ ചെയ്ത്, കാരണം ലാലേട്ടൻ തന്നെ എത്രയോ വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരാളെ ഫേവർ ചെയ്ത് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടില്ല പുറത്തുനിന്ന് തീർച്ചയായിട്ടും. അപ്പോൾ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഒരാളെ ഫേവർ ചെയ്തതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളല്ല പുറത്തുനിന്ന് കണ്ട ആൾക്കാർ, നിങ്ങളാണ്. ഞാൻ അകത്ത് നിന്ന സമയത്ത് എനിക്ക് പിന്നാളെ ഫേവർ ചെയ്തു. അങ്ങനെ കപ്പടിക്കാൻ ചാൻസ് ഏറ്റവും വോട്ട് കിട്ടുന്ന ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ എനിക്കിപ്പോ ഒരിക്കലും ഇന്നാള് കപ്പടിക്കും എനിക്കിപ്പോ കാരണം നേരത്തെ പോകില്ല എന്നല്ല വിചാരിക്കുന്നത്. ഓഫ്കോഴ്സ് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചത്. ഒരാള് കപ്പടിക്കും പറഞ്ഞ അർത്ഥമില്ല. കാരണം അപ്പൊ ഞാനിപ്പോ ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ വരുന്നത്. മാത്രമല്ല ഞാൻ 6 പേരകത്തുള്ള ഈ ലാസ്റ്റ് ടൈമിൽ ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ ബ്രോ പറഞ്ഞ പോലെ സിജോനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതും വലിയ രീതിയിൽ നമ്മൾ ഒരു ആംഗിളിലേക്ക് മാത്രം ഇരിക്കുന്നു. 6 പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തുള്ളത്. അവരിഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വോട്ടിങ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ 3 ദിവസത്തെ ഗെയിം കണ്ടില്ലേ. അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അതനുസരിച്ച് അതിനാണ് മാറ്റി കൂടുതൽ. ഇപ്പോഴും അല്ല, ഇപ്പൊ സിജോ ഞങ്ങളുടെ അഭിപ്രായത്തിലും പ്രേക്ഷകരുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ച സിജോ ആണ്. കളിച്ചതിൽ ഒരാൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഔട്ട് ആൾക്കാരുണ്ട്, അത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. കണ്ടെത്തുന്നതാണല്ലോ. ഞാൻ ഇനി അന്വേഷിക്കുന്നത് കണ്ടെത്താനായിട്ട്. ഞാൻ ആക്ച്വലി ഫോൺ കിട്ടിയത് എനിക്ക് ഇന്നലെയാണ്. അപ്പൊ അന്വേഷിച്ചത് കണ്ടെടുത്തുണ്ട് എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത്. ഞാൻ ലാലേട്ടൻ എപ്പിസോഡിലും പറഞ്ഞിരുന്നു, ഞാൻ അവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ ആയിരിക്കും ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് കാണുന്നത്, ആൾക്കാരാണെന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനി പരിശോധിക്കേണ്ടത് എന്ത് കണ്ടില്ല, എന്റെ ഭാഗത്തേക്ക് എന്താണ്, അതെല്ലാം ഞാൻ ഇനിയാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പൊ എന്റെ നദൂട്ടൻ സായി അവർ ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്റെ ഒരു ബ്രദറാണ്, എന്റെ സിസ്റ്ററാണ്. അതിലും ബിഗ് ബോസിൽ പോയിട്ടൊരു കോംബോ ആക്കി വോട്ട് അങ്ങനൊന്നും അല്ല എന്റെ അർത്ഥം. നേരത്തെ ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും മോശം സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പേര് തന്നിട്ടുണ്ട്. അർജുൻ, ശരണ്യ, സായി, നടൻ എന്നുള്ള 4 പേരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ. ഇപ്പോൾ ഹോട്ടൽ ടാസ്കിനിടയിൽ എനിക്ക് അവിടുന്ന് എനിക്ക് പറഞ്ഞത് സിജോ ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ മാറി നിൽക്കണം പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല, ഗെയിം കളിക്കണം. അന്ന് എനിക്ക് 1.5 മണിക്കൂറിനെ ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് 12 മെഡിസിൻസ് ആണ് യൂസ് ഉണ്ടായിരുന്നത്, ഐ മീൻ ടാബ്ലറ്റ് യൂസ് ആയിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എന്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവര്. അത് ഒരിക്കലും കേസ് ഒന്നും അല്ല. ഇപ്പോൾ ഈ നന്ദൂട്ടനാണ് എന്നെ എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക, ഈ വെള്ളം കുടിക്കുക. അപ്പൊ അത് ഗെയിം അല്ലല്ലോ, അതൊരു നമുക്കൊരു ലൈഫിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ചക്കാരാണ്. അവരെ നമുക്ക് ഗെയിമിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങളാണ്. അല്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സായിബ് മലപ്പുറത്തു നിന്നും അവൾ തൃശ്ശൂരിനൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. എത്ര ആൾക്കാർ കൊച്ചിയിലുണ്ട്. അപ്പൊ അതൊരു ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്നൊരു ബന്ധമാണ്, അവിടെ ഉണ്ടാകുന്നൊരു ബന്ധമാണ്. ഉണ്ടാക്കപ്പെട്ടതല്ല, അത് ഉണ്ടായി വന്നതാണ്. അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയിരിക്കും. ഞാൻ ഇട്ടേക്കുന്ന മാല അർജുൻ്റെയാണ്. അർജുൻ്റെ മാലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എനിക്ക് അകത്തെയും പുറത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അവിടെ എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന, അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന 4 ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു 5ാമത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെയും. ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അർജുനുണ്ട്. അപ്പോൾ ഒരാൾ കരയുമ്പോഴത്തേക്കും അയാൾ കള്ളക്കരച്ചിലാണ്, മറ്റാണ്, മറിച്ചാണ് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒട്ടും അത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും പറയില്ല. പിന്നെ ഞാനും അർജുൻ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അറിയാം അവിടെ വെച്ചിട്ട്. അത് പുറത്ത് വന്നിട്ട് അത് പ്രൂവ് ചെയ്യുക, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു ബന്ധത്തെ എന്തിനാ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നേ? നമുക്ക് കാണാം.